പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ശനിയാഴ്ചയാണ്, നവംബർ 23 നവംബർ 23 എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസപ്പെട്ട ദിവസമാണ്. എൻ്റെ അപ്പം മരിച്ചത് 49 വർഷം മുമ്പ് നവംബർ 23 പക്ഷേ അതുപോലെ തന്നെ ഒരു സന്തോഷം പിടിച്ചൊരു ദിവസമുണ്ട്. ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തന്നതും നവംബർ 23 പിന്നെ ഒരു സന്തോഷമുള്ള ദിവസമുണ്ട്. ആദ്യമായും ആലപ്പുഴ രൂപതയിൽ ഞാൻ പട്ടം കിട്ടിയ അടുത്ത വർഷം തന്നെ കാറ്റഗിസത്തിൻ്റെ 1ാം സമ്മാനം മേടിച്ചതും മെയ് 23 എന്താ ചില ഡേറ്റുകളൊക്കെ ഇങ്ങനെ ദൈവ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ റെക്കർ ചെയ്ത് വരണ കാണാം. അന്ധവിശ്വാസമൊന്നുമല്ല. കർത്താവിൻ്റെ പരിപാലന സമയത്തിൻ്റെ തികവിൽ വരുമ്പോൾ കർത്താവ് ചില ദിവസങ്ങൾ സിലോഹോക്കോളം കർത്താവ് കലക്കിയതുപോലെ ചില ദിവസങ്ങൾ ഇങ്ങനെ കർത്താവ് കലക്കി അനുഗ്രഹത്തിൻ്റെ ആക്കി മാറ്റും. ദാറ്റ്സ് ഓക്കെ. ലെറ്റ് us come to the point. ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, ഭക്തിയോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്കറിയാം നമ്മൾ നിയോഗം സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അത് അപ്രതിരോധ്യമാണ്. അതിനെ തകർക്കാൻ ആർക്കാൻ പറ്റത്തില്ല. അമ്മയാണ് എൻ്റെ മധ്യസ്ഥ. എൻ്റെ മക്കൾ നിയോഗം പറ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ അനുഗ്രഹത്തിലേക്ക് പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് ലോകം മുഴുവനും ഉണർന്ന് ഈ സമയത്ത് അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങൾക്ക് തന്നെ അവകാശമായി ഓഹരിയായി ഈ മഹാദിനത്തെ തന്നതിനോട് നന്ദി പറയുന്നു. കർത്താവെ, നിന്റെ മുൾക്കിടത്ത് ഓടുത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണം.
കർത്താവ് ഞങ്ങളുടെ തിരുവിതായ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണം. കർത്താവ് ഞങ്ങളുടെ കരുത്തരങ്ങളെ ആണിപ്പിട്ട് ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണം. ഞാൻ 38 വർഷം അർപ്പിച്ച് അങ്ങയുടെ ബലി ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണം. കർത്താവ് കൃപാസന അൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശം ഓഹരിയുമായി മക്കളോട് കരുണ തോന്നണം. കർത്താവ് ഞങ്ങളോട് എല്ലാവരോടും കരുണ തോന്നണം. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് അന്ധനെ കാണിച്ച് നൽകിയവനെ, ചെകിടിന് കേട് നൽകിയവനെ, ഊമയ സംഭാഷണത്തിൽ നൽകുവനെ, മഹോരോസപ്പെടുത്തവനെ, തവാരോസപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാമം സ്തുതി പറയുന്നു. നിന്റെ തിരുവാർന്ന വലുതുകരം ഓരോ രോഗികളുടെ മേൽ വെക്കണമേ. സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മനസ്സിടിഞ്ഞു പോയ ആൾക്കാരെ എഴുന്നേറ്റിട്ടും കർത്താവ് എന്തിനാണ് എഴുന്നേക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ഇന്ന് എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസത്തിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, ആരോട് സമീപിക്കും, ആര് സഹായിക്കും എന്നില്ല ഒരു എത്തുപിടിയും ഇല്ലാതെ വെറുതെ എഴുന്നേറ്റ് വരുന്ന ആൾക്കാരുണ്ട്. ഈശോയെ കർത്താവെ, അവരെ എല്ലാം നീ സന്ധിക്കണം. കർത്താവ് അവരുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന ആവശ്യത്തിൻ്റെ യോഗ്യതയാലാണ്. കാരണം ദുരന്തം ആരുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആര് വഴി ഉണ്ടായാലും കൃപാസന അമ്മയുടെ മാധ്യസ്ഥ ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു. ജനകോടികൾ ഇന്ന് അനുഗ്രഹം പ്രാപിച്ച അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപാസന മാതാവ്. അതിൽ അഭയം പ്രാപിക്കുന്നവരെല്ലാവരും അമ്മ അവരെ സന്ധിക്കുകയും അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റുകയും ചെയ്യുന്ന ദശാസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വതന്ത്രം ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ തിരുമനസ് ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുകയും അത് നിവൃത്തിയാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന കൃപാസന മധ്യസ്ഥ പ്രാർത്ഥനകൾ ഓർത്തോട് നന്ദി പറയുന്നു. ഇന്ന് കൃപാസന അമ്മയുടെ മാധ്യസ്ഥയിൽ കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കൂടുന്ന അനേകായിരം മക്കളെ ഇപ്പോഴും അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മാരകമായ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, ദുരിതങ്ങൾ, നിങ്ങളുടെ പ്രൊഫഷനിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ യാത്രയിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ പരീക്ഷയിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ റിസൾട്ടിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിൻ്റെ കൊടുക്ക വാങ്ങലുകൾ, ജംഗമ സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റങ്ങൾ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ ജോലി വന്നിരിക്കുന്ന തടസ്സങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവിക സത്യം മാറിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകമാണ്, 14-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. എൻ്റെ മക്കളെ, ഇത് ഭയങ്കരമായൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ആവേശം തന്നിട്ടുള്ള വചനമാണ്. നിങ്ങൾക്കറിയാവോ, അതായത് നമ്മൾക്കിങ്ങനെ ദൈവം ഒരു വചനം തരണമല്ല. ശരിക്കും ഞാൻ ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിരിക്കുന്ന കൃപാസനത്തിൽ ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന്, അന്ന് മരിയൻ തപസ് ധ്യാനം, എന്ത് ധ്യാനമാണ്, ആദ്യ ചൊവ്വാഴ്ച ധ്യാനമാണ്, പെട്ടെന്ന് ആരാധന ഉയർത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് കർത്താവ് വചനം തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മനുഷ്യർ അവരുടെ ജീവിതത്തിൽ, ഈജിപ്തുകാരെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അടിമത്വത്തിൻ്റെ പേരാണ്. ഇന്ന് നമ്മൾ അടിമത്വം അനുഭവിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ദുശ്ശീലങ്ങളാകാം, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഒരു അടിമത്വമാകാം, ചിലപ്പോൾ ശാരീരികമായ രോഗത്തിൽ അടിമത്തമാകാം, ചിലപ്പോൾ മാനസിക പീഡയുടെ അടിമത്തമാകാം, ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത അടിമത്തമാകാം. പക്ഷെ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല. അതാണ് വിശ്വാസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം. കഴിഞ്ഞാൽ ഇന്ന് കാണുന്നത് നിങ്ങൾ ഓർക്കും, എന്നും കൊന്നും ഇങ്ങനെയായിരിക്കും, എന്നും കൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല. നാളെ എന്നും പറഞ്ഞ ദിവസമുണ്ട്. കാര്യം ഇന്നത്തെ ഉത്കണ്ഠ, ഇന്നത്തെ ദിവസത്തിന് മതിയോ നീച്ച പറയുമ്പോൾ തന്നെ നാളെ എന്ന് പറയുന്ന ദിവസം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും, എല്ലാ ക്ലേശങ്ങളും, സാമ്പത്തിക ദുരിതങ്ങളും, ചതികളും എല്ലാം ഇല്ലാത്ത ഒരു നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസത്തിലാണ് നാളെ എന്ന് പറയണത്. അല്ല മറ്റന്നാളല്ല, അടുത്ത കാലത്തല്ല, നാളെ.
എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇത് വിശ്വസിക്കുന്ന സമയത്ത് നിൻ്റെ ഒരു നാളെ തൊട്ടടുത്ത ദിവസം നിൻ്റെ വീട് ഡെലിവറൻസ് ഉണ്ടാകാൻ പോകണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇത് ആർക്കാണെന്നറിയാം അവകാശമാക്കണത്? ഇത് വിശ്വസിക്കാനുള്ള കൃപയുള്ളവർക്ക് വേണ്ടി. കർത്താവ് കൃപയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, അത് വിശ്വസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിശ്വസിക്കുന്നവർക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ മക്കളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കർത്താവ് നാളെ അവിടെ ജീവിതത്തെ തുടച്ച് നീക്കപ്പെടുന്നതിൻ്റെ അടയാളങ്ങൾ ഇന്ന് തന്നെ അങ്ങയുടെ മക്കൾ, അവകാശമോഹിനി മക്കൾ അനുഭവിച്ചറിയാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ചിന്തകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ മനസ്സിനെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ആശീർവദിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ഈ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രമാണിക്കൊണ്ട് കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ നിങ്ങൾ അനുഗ്രഹവും കൃപയും സന്തോഷവും പ്രാപിക്കട്ടെ. Lord, infuse your spirit of power and grace.